നമ്മൾ ഗുജറാത്തിൽ രാജ്കോട്ട് മാർക്കറ്റിൽ പോകുന്നതാണ്. ഫസ്റ്റ് നമ്മൾ കൊച്ചിയിൽ ഫ്ലൈറ്റ് കയറി. മോർണിംഗ് നല്ല വ്യൂ ആണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അഹമ്മദാബാദ് ഇറങ്ങി. അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ നേരെ ഒരു ടാക്സി എടുത്ത് രാജ്കോട്ടിന് പോയി. കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് അനന്തു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാജ്കോട്ട് എത്തി. രാജ്കോട്ടിൽ ഞങ്ങൾ ബന്ദി മാർക്കറ്റിൽ ഫസ്റ്റ് രാവിലെ ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ അത് ഒന്ന് നടന്ന് കാണാമെന്ന് വെച്ചു. കമ്പനിക്കാർ എത്തിയില്ലായിരുന്നു, അത് കാരണം. അങ്ങനെ ഞങ്ങൾ ബന്ദി മാർക്കറ്റ് ഒന്ന് നടന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഓരോരോ കാര്യങ്ങളാണ് ഉള്ളത്. എള്ള്, ജീരകം, കരിഞ്ജീരകം എന്നുള്ളത്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ആ മാർക്കറ്റ് ഒന്ന് നടന്നപ്പോഴാണ് എള്ളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടത്. ഞങ്ങൾ ജസ്റ്റ് എള്ളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷത്തെ കമ്പനിക്കാർ വന്നു. അവർ ഞങ്ങളെ കൊണ്ട് ആ മാർക്കറ്റ് കംപ്ലീറ്റ് കാണിച്ചു. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എന്ത് കാര്യങ്ങളാണ് എന്നുള്ളതെല്ലാം. അവിടെ എള്ളുണ്ട്, കരിഞ്ജീരകമുണ്ട്, മുളകുണ്ട്, പഞ്ഞിയുണ്ട്, പിന്നെ നമ്മുടെ ഉലുവയുണ്ട്, ഇതൊക്കെയുണ്ട്. അതിൻ്റെ ഫാക്ടറീസും ഉണ്ട്. ഇതൊക്കെയാണ് ഈ മാർക്കറ്റിൽ അവർ ഓരോന്നും പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്ന ആൾക്കാർ കൊണ്ടുവന്ന് പോകുന്നതാണ്. അവിടെ ഏജൻ്റുണ്ട്, അവരുമായിട്ട് ലേലം വിളിച്ച് വേണം നമ്മളെടുക്കാൻ. അവിടെ കൃഷിക്കാരാണ് കൊണ്ട് കൊടുക്കുന്നത്. അതിനകത്ത് നിന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി ബാക്കിയുള്ളത് എല്ലാം തിരഞ്ഞെടുക്കും. അത് ഫാക്ടറിയിലേക്ക് പോകുമ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ ആ മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇത് പഞ്ഞിയാണ്. പഞ്ഞിയും മുളകും സെപ്പറേറ്റ് ഒരു സെക്ഷനിലാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ മുളകെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലോട്ട് പോകും, പഞ്ഞിയും തമിഴ്നാട്ടിലോട്ട് പോകും. തമിഴ്നാട്ടിൽ കുറേ ഫാക്ടറികളുണ്ട് മെത്ത ഉണ്ടാക്കാനും അതുപോലുള്ള കാര്യത്തിനും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് അവർ കംപ്ലീറ്റ് ആ മാർക്കറ്റ് നമ്മളെ ഒന്ന് കാണിച്ചു തരുമായിരുന്നു. അതൊക്കെ കണ്ടു. ഒരു ഇച്ചിരി തിരക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അടുത്ത കമ്പനിക്കാർ വന്ന് നമ്മൾ രാവിലെ ഇത് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട് കമ്പനിക്കാരുമായിട്ട്. അപ്പോൾ അതിനായിട്ട് പോവുകയായിരുന്നു. ഓക്കെ, ബൈ.